ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഗോവിന്ദന്റെ ഫോണിലേക്ക് ഗീതു വിളിച്ചു, കിട്ടിയില്ല. പക്ഷേ അജാസിന്റെ നമ്പറിലേക്ക് വിളിക്കുക. അജാസിന്റെ നമ്പറിലേക്ക് കോൾ വന്നപ്പോൾ അജാസ് ഗീതു ആണെന്ന് മനസ്സിലാക്കി അവിടുന്ന് മാറി. അപ്പോൾ രഞ്ജുവിന്റെ അവസ്ഥ എന്തായി എന്ന് ചോദിച്ചു ഫോൺ എടുത്തപ്പോൾ. അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല, ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല, അകത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഡോക്ടർ നോക്കുകയാണെന്നും പറഞ്ഞു. രഞ്ജുവിന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയണോന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അവർ തമ്മിൽ പിണക്കത്തിലല്ലേ എന്ന് ചോദിച്ചപ്പം അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ലെന്ന് ഗീതു അജാസിനോട് പറഞ്ഞു. രഞ്ജുവിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആളെന്ന നിലയ്ക്ക് അമ്മയെ വിളിച്ചു പറയണമെന്നുള്ള കാര്യം ഗീതു പറയുക. ഏത് ഹോസ്പിറ്റലിലാണ് രഞ്ജുവിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഡോക്ടർ വിജയലക്ഷ്മി മേഡത്തിന്റെ ഫ്രണ്ടാണ്. അദ്ദേഹം അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഗോവൻ സാറിനും ആ ഡോക്ടർ മുരളീകൃഷ്ണനെ പരിചയമുണ്ട്. പിന്നെ സാറ് പറഞ്ഞിട്ടാ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ ഗീതു ഇങ്ങനെ രേഖയെ നോക്കുക. അങ്ങനെ പറഞ്ഞല്ലേ, ഡോക്ടർ മുരളീകൃഷ്ണ വിജയലക്ഷ്മി മാമിന്റെ ഫ്രണ്ടോ? അപ്പൊ പിന്നെ കണ്ണേട്ടനും ഡോക്ടറുമായിട്ട് അടുത്ത പരിചയമുണ്ട്. എന്താ ഇക്ക, എന്തെങ്കിലും ഉണ്ടോ ഇതില്? വേറെന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഇക്ക. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചോളാം എന്ന് അജാസ് പറയുകയാണ്. അവിടുത്തെ കാര്യങ്ങളുടെ വ്യക്തമായ വിവരങ്ങൾ എന്നെ അറിയിക്കണേ ഇക്ക. അറിയിച്ചോളാം എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ വിശ്വസിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ഞാൻ ഒരിക്കലും പറ്റിക്കില്ല, ഒറ്റിക്കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗീതു ഞാൻ ചോദിച്ചെന്ന് കണ്ണനോട് പറയരുതെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ രേഖ ചോദിച്ചു എന്താണെന്ന്. രേഖയോട് കാര്യങ്ങൾ ഗീതു പറയാം, ഇന്ന പോലെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇതിലുണ്ട് എന്ന് രേഖയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേഖയും പറഞ്ഞു, ശരിയാണല്ലോ ഗീതു, എന്തൊക്കെയോ ഒരു കണക്ഷനുകൾ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അത് ഞാൻ ഹോസ്പിറ്റലിൽ ഇവർ ഇരിക്കുന്നു. അപ്പൊ വിജയലക്ഷ്മി മാം അങ്ങോട്ടേക്ക് ഓടിക്കതച്ചു വന്നു. അപ്പൊ വിജയലക്ഷ്മി മാം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ അജാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി. ഗോവിന്ദൻ ഇവരുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അങ്ങനെ അമ്മ ചെന്ന് മകന്റെ അടുത്തേക്ക് ഇരുന്നു. മകന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് മകൻ എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് ഗോവിന്ദന്റെ കൈകളിലേക്ക് ഇങ്ങനെ പിടിച്ചു നമ്മുടെ അമ്മ, വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടത് അന്നും ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു, ബാംഗ്ലൂര്. അതും ഗീതുവിന്റെ ആവശ്യത്തിനായിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ മോനോട് പറയാം. ഇതൊക്കെ കേട്ടിട്ട് മോന് ഭയങ്കര ദേഷ്യം. ആ കൈ അങ്ങ് ഒറ്റ പിടിക്കലായിരുന്നു. ജീവൻ രക്ഷിച്ചതിന്റെ കണക്ക് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ചെക്ക് അങ്ങ് തരാം, ചെലവായ തുക പലിശ സഹിതം എഴുതിയെടുക്കാം എന്ന് ഗോവിന്ദൻ അമ്മയോട് പറഞ്ഞു. നിനക്ക് പണത്തിന്റെ കണക്ക് മാത്രമേ ഗോവിന്ദേ അറിയുള്ളൂ എന്ന് അന്നേരം പറഞ്ഞു നമ്മുടെ വിജയലക്ഷ്മി മേഡവേ. അതിനപ്പുറം പല ബന്ധങ്ങളും ഉണ്ട്. എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചതിന് ഇപ്പോഴേ നന്ദി പറയുന്നു, അല്ലെങ്കിൽ നന്ദി ഇല്ലാത്തവളെന്ന് നീ തന്നെ പറയും എന്നുള്ള കാര്യം അമ്മ മകനോട് പറയാം. ഇത് കേട്ടപ്പോ ഇത് എൻ്റെ കടമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ഇത് നിന്റെ കടമയല്ല, പ്രത്യുപകാരമാണെന്ന് അമ്മ മകനോട് പറയണു. അജാസ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ്. ബാംഗ്ലൂരിൽ വെച്ച് നിന്റെ പ്രാണനായ ഗീതുവിനെ ഞാൻ രക്ഷിച്ചതിന് പകരമായി രഞ്ജുവിന്റെ ജീവൻ നീ രക്ഷിച്ചു എന്നതു മാത്രമാണെന്നൊക്കെ പറയുന്നു. ഒരു പക്ഷെ ശിവയെ രക്ഷിച്ച് ഈ അമ്മയെ ഏൽപ്പിക്കാനുള്ള ചുമതല, വിധി അത് നിന്നെ ഏൽപ്പിച്ചതാകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തിരിച്ച് നിങ്ങളെ ഏൽപ്പിക്കാനോ? ഇവിടെ നിന്ന് അവളെ ഞാൻ എൻ്റെ കൂടെ ചെമ്പകശ്ശേരിയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പം നടക്കില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു. തക്ക സമയത്ത് ഞാൻ എത്തിയത് കൊണ്ട് രഞ്ജുവിനെ എനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റി. പക്ഷെ അതൊരിക്കലും അവളെ നിങ്ങളുടെ കൈകളിൽ അവളെ തിരിച്ചേൽപ്പിക്കാനല്ല. ഇവിടെ നിന്ന് ഞാൻ അവളെ കൊണ്ടുപോകുന്നത് അറക്കലേക്ക് തന്നെയാണെന്നുള്ള കാര്യം ഗോവിന്ദൻ അമ്മയോട് പറയണു. ഇത് കേട്ട് ഇവര് ഞെട്ടി നിൽക്കുക കേട്ടോ. അജാസാണ് ഒന്നും മനസ്സിലാകാൻ നിൽക്കുന്നു. അപ്പൊ ഞാൻ അവളുടെ അമ്മയാണെന്നും എന്നെ കാണുമ്പോൾ അവളുടെ മനസ്സ് മാറുമെന്നും അവൾ എൻ്റെ കൂടെ പോരുമെന്നും പറഞ്ഞു. ഐസിയുവിൽ നിന്ന് അവൾ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം വരുന്നു എന്ന് രഞ്ജു പറയുന്നതെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടു പോകാം. അല്ലാത്ത പക്ഷം അവളെ കൊണ്ടുപോകാനായിട്ട് നടക്കില്ല, വിടില്ല. പിന്നെ അവളുടെ പിന്നാലെ വന്നു പോയേക്കരുതെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ അമ്മയ്ക്ക് മുന്നിൽ തറപ്പിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. പിന്നെ വിജയലക്ഷ്മി മാം അവിടെ ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എന്തായാലും ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന ഗീതുവിനെയാണ്. ഗീതു ഇങ്ങനെ വീട്ടിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഗീതുവിന്റെ ഫോണിലേക്ക് നമ്മുടെ അപർണിക വിളിച്ചു. അപർണിക വിളിച്ചിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഗീതാഞ്ജലിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അപർണിക, എന്താ കാര്യം എന്ന് ചോദിച്ചു. പറയണോ വേണ്ടയോ എന്ന് പല തവണ ആലോചിച്ചിട്ട് ഒടുവിൽ പറയണം എന്ന് തീരുമാനിച്ചൊരു കാര്യമാണെന്ന് പറഞ്ഞു. അപർണിക പറഞ്ഞോളാൻ പറഞ്ഞു ഗീതു. ഫോണിൽ അത് പറയാൻ പറ്റുന്ന കാര്യമല്ല, പല ഡോക്യുമെന്റുകൾ പോലും നഷ്ടപ്പെട്ടു പോവുകയാണെന്നും പിന്നെ അപ്പോൾ നമ്മുടെയൊക്കെ ഫോൺ ആരൊക്കെ ഹാക്ക് ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താൽ മതി, ഞാൻ അവിടെ വന്ന് കണ്ടോളാവെന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ ഫ്രണ്ട്സിനെ നേരിട്ട് കാണാൻ അപ്പോയിന്റ്മെന്റ് വേണോ എന്ന് ഗീതു ചോദിക്കുക. അപർണിക അതിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ.
കുറച്ച് ഒഫീഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോൾ അവിടേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പുറത്ത് വണ്ടി വരുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപർണികയോട് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാവെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. ഹലോ ഹലോ എന്ന് ആദ്യം കുറേ പ്രാവശ്യം വെച്ചു അപർണിക. ഈ സമയത്ത് ശരി ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അയ്യോ ഞാൻ വിചാരിച്ചു ഫോൺ വെച്ചിട്ട് എവിടേക്കോ പോയെന്ന്, ഞാൻ ഉടനെ എത്താമെന്ന് പറഞ്ഞപ്പം അതെ അത് വേണ്ട, ഞാൻ ഇപ്പോഴാണ് ഓർത്തത് എനിക്കൊരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് വരണ്ട, നാളെ എപ്പോൾ വേണമെങ്കിലും വന്നോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് ഗീതു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ പോകുന്ന നോക്കി ഇങ്ങനെ നിൽക്കുക. എല്ലാവരും അവിടെ കൂടി ഇരിപ്പുണ്ട്. ഗീതു അങ്ങോട്ടേക്ക് ഓടി വന്നു. ഈ സമയത്ത് ഗോവിന്ദനും അജാസും കൂടെയാണ് വീട്ടിലേക്ക് വരുന്നത്. രേഖയുടെ ഒക്കെ നെഞ്ചു കിടന്ന് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഗീതു ഓടി കതച്ചു വന്നു. എന്തായെന്ന് ചോദിച്ചു. എല്ലാം പറയാം, അതിനു മുൻപ് അവൾ ആരാണ് റൂമിൽ പൂട്ടിയിട്ടത് എന്ന് എനിക്ക് അറിയണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗോവിന്ദൻ പറയാപ്പോഴത്തേക്ക് രേഖയ്ക്ക് ആകെ ടെൻഷനായി. ആ സമയം ഞാൻ അയച്ചു തന്ന ഫോട്ടോ നീ കണ്ടില്ലേ എന്ന് ഗോവിന്ദനോട് അമ്മ കയറി ചോദിച്ചു. അപ്പൊ കണ്ടു എന്ന് പറയുവാണ് നമ്മുടെ ഗോവിന്ദൻ. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. അമ്മയ്ക്ക് നേരെ ചെന്നു. ഗീതുവും അതുപോലെ രേഖയും ചേർന്ന് രഞ്ജുവിനെ പൂട്ടിയിട്ടപ്പോ അമ്മയും വരണം ചേർന്ന് ഫോട്ടോ എടുക്കുകയാണോ വേണ്ടത് എന്ന് ഗോവിന്ദൻ ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്ക് അമ്മയും മോനും ഒന്ന് ഞെട്ടി. ഇങ്ങനെ നിൽക്കാം, എന്താ അവളെ തുറന്നു വിടാതിരുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഗോവിന്ദൻ കയറി വന്ന് ഗീതു പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കണം. ഗീതു അന്നേരം ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. ആ സമയത്ത് റൂമിനുള്ളിൽ രഞ്ജു ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കണ്ണ, നീ വന്ന് ലോക്ക് തുറന്നപ്പോഴാണ് അതിൽ ആളുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നത് എന്ന് രാധിക പറയുന്നു. അപ്പോഴേക്ക് രേഖയും ഗീതുവും ഞെട്ടി. അപ്പോൾ അതേ ഏട്ടാന്ന് വരുണും പറഞ്ഞു. പാവം രഞ്ജു റൂമിലുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ക്രൂരത അനുവദിച്ചു കൊടുക്കില്ലായിരുന്നു എന്ന് പറയണു അമ്മയും മോനും. അപ്പോഴേക്കും ചോദ്യം ഇതായിരിക്കും എന്ന് ഗീതു പാപ്പ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഉത്തരം റെഡിയാക്കി വെച്ചു എന്ന് കാഞ്ചന പറയാം. ഐഡിയ പറഞ്ഞിട്ട് വെടിവെച്ചാലേ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു ഈ കാഞ്ചന. അപ്പോൾ ഈ രഞ്ജുവിന് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ഇരുട്ട് ഭയമായതുകൊണ്ട് അവൾ വാതിലടയ്ക്കുകയോ ലൈറ്റ് കെടുത്തുകയോ ചെയ്യാറില്ല എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് ഈ രാധിക അവിടെ നിന്ന് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട്. ഇത് മനസ്സിലാക്കിയ ഗീതു രഞ്ജുവിനോടുള്ള ദേഷ്യം തീർക്കാനായി അവളെ റൂമിൽ പൂട്ടിയിട്ടു, അതാണ് സത്യം എന്ന് ഗോവിന്ദനോട് ഇവർ രണ്ടുപേരും കൂടെ പറയുന്നു. അപ്പൊ ഇല്ല, രഞ്ജുവിന് അങ്ങനെ ഒരു അസുഖം ഉള്ളതായി എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം ഗീതു പറഞ്ഞപ്പോ ഗീതു നീ മിണ്ടരുതെന്ന് പറഞ്ഞു ഗീതുവിനോട് ഒച്ച എടുക്കുവാണ് ഗോവിന്ദൻ. രഞ്ജുവിന്റെ അവസ്ഥ കണ്ട ഷോക്കില് ആദ്യം ഞാൻ ഗീതുവിനെ കുറ്റപ്പെടുത്തി. അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആ ദേഷ്യത്തിൽ എനിക്ക് സംഭവിച്ചു പോയതാകാം. പക്ഷെ റിയൽ ലൈഫിൽ ഗീതുവിന് അങ്ങനെ ഒരു ക്രൂരത ചെയ്യാനാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഗോവിന്ദൻ തറപ്പിച്ചു പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാധിക ഞെട്ടി. ഞാനാണ് അവളെ പൂട്ടിയിട്ടതെന്നാണോ നീ പറയുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പം ഞാൻ അങ്ങനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ഗോവിന്ദൻ ചോദിക്കാം. ഏട്ടന് നമ്മളെക്കാൾ വിശ്വാസം ഗീതുവിനെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി കൊടുക്കാമെന്ന് വരുൺ പറഞ്ഞു. ഇറങ്ങുന്നതിന് മുൻപ് രഞ്ജുവിനെ പൂട്ടിയിട്ടത് ആരാണെന്ന് കൂടി പറയണം, എന്നിട്ട് ഇവിടെ നിന്ന് പോയാ മതി എന്നതേ ഗോവിന്ദൻ വരുണിനോട് പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഇതിൽ നിൽക്കും ഇവർ രണ്ടുപേരും. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും രഞ്ജുവിനോട് വിരോധമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് അവൾ അടക്കം എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചേ പറ്റൂ എന്ന് ഗോവിന്ദൻ തറപ്പിച്ചു പറയുന്നു. അവൾ ഇവിടെ താമസിക്കണമെന്ന് നിനക്കെന്താ ഇത്ര വാശി എന്ന് രാധിക അന്നേരം ഗോവിന്ദനോട് ചോദിക്കുക. ഞങ്ങൾക്ക് തുല്യമായി കരുതാൻ അവളും നീയും തമ്മിലുള്ള ബന്ധം എന്താ എന്ന് ഗോവിന്ദനോട് അമ്മ ചോദിച്ചു. അപ്പോ അവൾക്ക് എങ്ങനെയാണ് ഈ വീട്ടിൽ ഇത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടിയത്, അവൾ ഗോവിന്ദേട്ടന്റെ ആരാ എന്നൊക്കെ വരുണും കയറി ഗോവിന്ദനോട് ചോദിച്ചപ്പോ ഗോവിന്ദൻ തിരിഞ്ഞങ്ങ് നിന്നില്ലേ വരുണിന്റെ നേരെ. അവൾ എനിക്ക് വേണ്ടപ്പെട്ടവളായതുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദൻ പറയണു. അന്നും ഇന്നും എന്നും അതിനാരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാധികയുടെ ഒക്കെ കണ്ണങ്ങനെ തള്ളി പുറത്തേക്ക് ചാടിയെന്ന് തന്നെ പറയാം. ഗോവിന്ദൻ ഇടക്കാലത്ത് ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞു തീർക്കാനാണ് അവള് വർഷങ്ങൾക്ക് ശേഷം എന്നെ തേടി വന്നതെന്നുള്ള കാര്യം ഗോവിന്ദൻ ഇങ്ങനെ ഇവരോട് പറയുവാണ്. പക്ഷെ ഞാൻ അവളെ ആട്ടി ഇറക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞു. ആ സമയത്താണ് അവൾക്ക് അസുഖമുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അവളെ എൻ്റെ കൂടെ കൂട്ടിയതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പഴയ രഞ്ജു അല്ല അവളെന്ന് ഞാൻ ആ സമയം മനസ്സിലാക്കിയെന്നും പറഞ്ഞു. അതൊക്കെ കേട്ട് നമ്മുടെ ഗോവിന്ദൻ ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി പറയുന്നൊക്കെ ഗീതു അംഗീകരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ആ ഒരിതെല്ലാം കൂടെ കണ്ട് കേട്ട് നമ്മുടെ ഗീതുവിനും ആകെ വിഷമമായി. ഒരു അവസാന പ്രതീക്ഷയായിട്ട് ഞാൻ ഗോവിന്ദേട്ടനെ കാണാൻ വന്നതാണെന്നൊക്കെ അന്ന് രഞ്ജു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ എന്നെ ഒഴിവാക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രഞ്ജുവിന് ഈ വയ്യാഴിക വന്നതും പിന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചതും
അങ്ങനെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് രഞ്ജു തന്നെയാണ് ഗോവിന്ദനോട് പറഞ്ഞത്. അങ്ങനെ ആ ഒരു പോയ സമയം ഡോക്ടർ പരിശോധിച്ച് ഈ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞും കേട്ട് നമ്മുടെ ഗോവിന്ദൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതെല്ലാം അറിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ ആകെ തകർന്നു പോവുക ചെയ്തത്. ഗോവിന്ദനോട് ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും നമ്മളെ ഒറ്റയ്ക്ക് വിടരുത്, ആ രോഗത്തിന്റെ സീരിയസ് ആയ ഹെമറ്റോളജി കണ്ടീഷനിലാണ് ശിവരഞ്ജിനി ഇപ്പോൾ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അതെല്ലാം കേട്ട് തകർന്നു നിൽക്കുന്ന നമ്മുടെ ഗോവിന്ദന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവളെ ഉപേക്ഷിച്ച് കളയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവളെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയതെന്നുള്ള ആ പരമമായ സത്യം നമ്മുടെ ഗോവിന്ദൻ ഇവിടെ എല്ലാവരോടും പറയുന്നു. അങ്ങനെ ശിവരഞ്ജിനിയെ കുറിച്ചുള്ള ആ നടുങ്ങുന്ന രഹസ്യം നമ്മുടെ ഗോവിന്ദൻ തിരിച്ചറിഞ്ഞത് അത് ഭയങ്കര ഷോക്കിലൂടെയാണ്. എന്തായാലും അതേ ഷോക്ക് തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് നമ്മുടെ ഗോവിന്ദൻ നിൽക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക, ആരും തന്നെ മിസ് ചെയ്ത് കളയാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. താങ്ക്